ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായിട്ട് വിപണി തുറക്കണം. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലും എണ്ണയും എല്ലാം തന്നെ അമേരിക്കയിൽ നിന്ന് വാങ്ങണം. ഇത് പറയുന്നത് സെർജിയോ ഗോർ എന്ന് പറയുന്ന അമേരിക്കയുടെ പുതിയ അംബാസഡറാണ്. അപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയത് റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ മേടിക്കുന്ന അത് നിർത്തണമെന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അങ്ങനെ നിർത്തിയാൽ ഇന്ത്യക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയ തീരുവ ഉൾപ്പെടെ കുറയ്ക്കാമെന്നുള്ള ഒരു പരോക്ഷ സന്ദേശം ഈ ഗോറിൻ്റെ വാക്കുകളിലുണ്ട്. അല്ല, അതായിക്കോട്ടെ, അതിന് വിരോധമൊന്നുമില്ല. അക്കാര്യത്തിൽ നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രാഥമികമായ കടമ ഇന്ത്യക്ക് എന്താണോ ഗുണകരമായിട്ടുള്ളത് അത് ചെയ്യുക എന്നുള്ളതാണ്. അമേരിക്ക ഇന്ന് വരെ ചെയ്തിട്ടുള്ളത് ലോകത്തിന് ഗുണകരമായ ഒരു കാര്യവും അമേരിക്ക ചെയ്തിട്ടില്ല. അതിൽ അമേരിക്കയ്ക്ക് ഞാൻ കുറ്റം പറയുന്നുമില്ല. അമേരിക്കയുടെ എന്നത്തെയും പ്രാഥമികമായ പരിഗണന അമേരിക്കയുടെ താല്പര്യങ്ങളായിരുന്നു. അല്ലാതെ വേറൊരു താല്പര്യത്തിനും അമേരിക്ക മുൻഗണന കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങളാണ് പരമപ്രധാനം. ഇതിനകത്ത് പറഞ്ഞത് എന്താണ്? നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന കാരണം ആ പണം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഉക്രൈനിൽ യുദ്ധം നടത്തുന്നതെന്നാണ്. അതെ, വിഡ്ഢിത്വമല്ലേ? യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയിലെ സഖ്യകക്ഷികളും എല്ലാം അവിടെ നിന്ന് നാച്ചുറൽ ഗ്യാസ് വാങ്ങിക്കുന്നില്ലേ? പ്രകൃതിവാതകം വാങ്ങിക്കുന്നില്ലേ? വാങ്ങിക്കുന്നുണ്ട്. അത് സൗജന്യമായിട്ടല്ലല്ലോ, അല്ല, കാശുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊരു എന്താ പറയേണ്ടത്, ഒരു തൊടിന്യായം എന്ന് പറഞ്ഞാൽ പോലും ശരിയാകില്ല. ഇവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു സംഗതി മാത്രമായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ ഇതിനകത്ത് നിലപാട്, ഇന്ത്യക്ക് എന്താണോ ലാഭകരവും ഗുണകരവുമായിട്ടുള്ളത് അത് ഇന്ത്യ ചെയ്യും. അതിന് അമേരിക്ക ഒരു തടസ്സമല്ല. കാരണം ഇന്ത്യ അമേരിക്കയെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒരു രാജ്യമല്ല സർ. അങ്ങനെ നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്, അവരോട് പറഞ്ഞാൽ മതി ഇത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ യൂറോപ്യന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, വേൾഡ് പ്രോബ്ലം എന്ന്. അതിന് നമ്മുടെ ജയശങ്കർ മറുപടി പറഞ്ഞു, യൂറോപ്പിൻ്റെ പ്രോബ്ലം ലോകത്തിൻ്റെ പ്രശ്നമല്ല, അത് യൂറോപ്പിൻ്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ പ്രശ്നമല്ല അത്. മുൻപ് എങ്ങനെയാണെന്ന് വെച്ചാൽ, യൂറോപ്പിൻ്റെ ചരിത്രം ലോകചരിത്രം, യൂറോപ്പ് നടത്തിയ യുദ്ധം ലോകമഹായുദ്ധം, യൂറോപ്പിൻ്റെ ആശയങ്ങൾ ലോകത്തിൻ്റെ ആശയങ്ങൾ. അപ്പം ലോകം എന്ന് പറഞ്ഞാൽ യൂറോപ്പ് എന്ന നിലക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അത് മാറി സാർ. അതിനപ്പുറത്തേക്ക് ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഒരു ഉച്ചകോടി ചൈനയിൽ നടന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വരുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെല്ലുന്നു, ഷീ ജിൻപിങ് അവിടെയുണ്ട്. ഇവർ മൂന്നുപേരുടെ നിന്നപ്പോൾ ലോകത്തെ വലിയ ശക്തിയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സൈനിക പരേഡ് നടക്കുന്നു. ഇതിൽ പങ്കെടുക്കാനായിട്ട് നോർത്ത് കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ വരുന്നു. ചുരുക്കം പറഞ്ഞാൽ ലോകത്തിലെ വമ്പൻ ശക്തികളെന്ന് പറയപ്പെടുന്ന അമേരിക്ക എല്ലായ്പ്പോഴും ഭയപ്പെടുന്നവരെല്ലാം കൂടെ ഒന്നിച്ചൊരു വേദിയിൽ നിൽക്കുന്നു. ഇവിടെ ഇന്ത്യ 10 വർഷത്തിനുള്ളിൽ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറുമെന്നാണ് വിദഗ്ധരുടെ കണക്കൂട്ടൽ. അങ്ങനെയാണെങ്കിൽ ആ ഇന്ത്യയും കൂടെ അപ്പുറത്ത് പോയാൽ അമേരിക്കയുടെ പിടിപോയി. ഇപ്പം ഇന്ത്യയെ കയ്യിലെടുത്ത് നിർത്തിയിട്ട് ചൈനയ്ക്കൊരു വെല്ലുവിളി ഉയർത്തിയതായിരുന്നു തന്ത്രം. പക്ഷെ അതൊക്കെ പാളിപ്പോവല്ലേ? അല്ല, അതിനകത്ത് എല്ലാം ഇവർ അമേരിക്ക പണ്ട് ഉപയോഗിച്ച അതേ പരിപാടിയാണ്. ചില റൗഡികളില്ലേ പോയിട്ട് ഭീഷണിപ്പെടുത്തി കാര്യം നടത്തുന്നത്. അമേരിക്ക ലോകത്തിൻ്റെ പോലീസുകാരനായിരുന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തി കാര്യം നടത്തലായിരുന്നു. ആ ഭീഷണി നമ്മുടെ അടുത്ത് വേണ്ട എന്ന് ഇന്ത്യ പറഞ്ഞു, അത്രയേ ഉള്ളൂ. നമ്മളോട് കളിക്കാൻ പറ്റും, നമ്മളോട് വേണ്ട. നിങ്ങൾ എടുക്കുന്നവർ, നിങ്ങളുടെ ഭീഷണിക്ക് വഴങ്ങുന്നവരുണ്ട്, നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് പറയുന്നവരുണ്ട്, നിങ്ങൾ അവരുടെ അടുത്ത് എടുത്തോളൂ. അപ്പോൾ ഒരു 10-15 വർഷത്തിന് മുമ്പ് ഇന്ത്യ ഇതുപോലെ അമേരിക്കയെ പേടിച്ചിരുന്നു എന്നുള്ളതല്ലേ ഈ ഇപ്പോൾ ട്രംപിന് കൊടുക്കുന്ന ധൈര്യം? അല്ല, അത് കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ മാത്രമൊന്നുമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയെന്നും ഏറ്റവും വലിയ മാർക്കറ്റെന്നും ഏറ്റവും വലിയ സൈനിക മേധാവിയെന്നും ഏറ്റവും വലിയ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ അധിപൻ എന്നൊക്കെ ഉള്ളൊക്കെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പോയി. നോർത്ത് കൊറിയയില ഇവിടെ വന്ന കിം ജോങ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇവിടെ നിന്നൊരു മിസൈൽ അയക്കണമെങ്കിൽ അമേരിക്ക കൊണ്ടേ ബോംബിട്ടിട്ട് അത് തിരിച്ചിവിടെ വരുമെന്ന്. കാരണം ഇത്രയും കാലം അമേരിക്കയുടെ ഒരു ധൈര്യം എന്താണെന്ന് വെച്ചാൽ, അമേരിക്കൻ മണ്ണിൽ യുദ്ധമില്ല. അമേരിക്ക നടത്തുന്ന യുദ്ധങ്ങളെല്ലാം മറ്റുള്ളവരുടെ മണ്ണിലാണ്. അമേരിക്കയിൽ സേഫായിട്ടിരിക്കണം എല്ലാവരും. അപ്പോൾ അമേരിക്കൻ ജനത മൊത്തത്തിൽ വളരെ സുരക്ഷിതരായിട്ടിരുന്നു കൊണ്ട്
ആ ജനതയുടെ കയ്യടി വാങ്ങിച്ചിട്ട് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ യുദ്ധം നടത്തുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ രീതി. അത് ചെയ്തുകൊണ്ട് വരുന്നത്. ഇപ്പം അതിന് സ്കോപ്പില്ല. കഴിഞ്ഞു പോയി കാലം. ആ കാലം കഴിഞ്ഞു പോയി. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയാണ് ശക്തി. വിപണിയാണല്ലോ ശക്തി. അതെ. നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും ആ പ്രോഡക്റ്റ് വിറ്റഴിക്കാനുള്ളൊരു വിപണി വേണം. വിപണി നിയന്ത്രിക്കുന്നത് പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള ജനങ്ങളാണ്. അമേരിക്കയുടെ മൊത്തം പോപ്പുലേഷൻ്റെ അത്രയും അതിനേക്കാൾ കൂടുതൽ പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അമേരിക്കയേക്കാൾ വലിയ മാർക്കറ്റാണ് ഇന്ത്യ. ആ മാർക്കറ്റ് വേണ്ടെന്ന് വെക്കാൻ അമേരിക്കയല്ല ഒരു രാജ്യവും തയ്യാറായില്ല. വിറ്റഴിക്കണ്ടേ ഇത്? വിറ്റഴിച്ചാലല്ലേ കാശ് കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ഉൽപ്പന്നമാണെങ്കിലും അത് വിറ്റഴിക്കാൻ പറ്റിയ ഒരു സ്ഥലങ്ങളിലൊന്ന് ഇന്ത്യയാണ്. അപ്പോൾ ഈ അമേരിക്ക ഒന്നിച്ച് അമേരിക്കയിൽ നിന്ന് ഓയിൽ മേടിക്കണം, ക്രൂഡ് ഓയിൽ മേടിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എവിടുന്ന് ലാഭകരമായി കിട്ടുന്നു അത് വിറ്റിട്ടല്ലേ നമുക്ക് ലാഭം ഉണ്ടാകുന്നത്? അല്ല, അതേ നമ്മൾ വാങ്ങിക്കുള്ളൂ. റഷ്യ തരുന്നതിനേക്കാൾ കുറഞ്ഞ വിലക്ക് അമേരിക്ക തരട്ടെ, അപ്പോൾ നോക്കാം നമുക്ക് അതിനൊക്കെ ആ കാര്യത്തെക്കുറിച്ച്. നമുക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല. റഷ്യ നമുക്ക് തരുന്ന എണ്ണ വില കുറഞ്ഞ എണ്ണയാണ്, നമ്മളത് വാങ്ങിക്കുന്നു, നമുക്കതിൽ മൂലം ലാഭം ഉണ്ടാകുന്നു. ആ ലാഭം നമ്മൾ അമേരിക്കയ്ക്ക് വേണ്ടി വേണ്ടാന്ന് വെക്കണമെന്നാണ്. വേണ്ട. ഇനി കുറേ കഴിയുമ്പോഴേക്കും അമേരിക്കയ്ക്ക് ഈ മാർക്കറ്റ് നഷ്ടപ്പെട്ടാൽ അമേരിക്കയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ലോക്കൽ മാർക്കറ്റിൽ മാത്രമായിട്ട് അമേരിക്കയ്ക്ക് നിൽക്കാൻ പറ്റുമോ? ഈ ഇന്ത്യ എന്ന ഒരു വിപണി നഷ്ടപ്പെട്ടാൽ അമേരിക്കയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഏഷ്യൻ രാജ്യങ്ങളുണ്ടല്ലോ, അത് റഷ്യ ആയാലും ഇന്ത്യ ആയാലും ചൈന ആയാലും നോർത്ത് കൊറിയയൊക്കെ, ഇതൊക്കെ വലിയ ശക്തികളാണിപ്പോൾ. ഇത് 1950-കളിലെ ലോകമല്ല ഇന്നത്തെ ലോകം. 50-കളിലെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്ത്യ സ്വന്തം നിലക്ക് വെടിക്കോപ്പുകളും മറ്റ് യുദ്ധോപകരണങ്ങളും ഉണ്ടാക്കുകയും അത് മറ്റുള്ളവർക്ക് വിൽക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ്. മറ്റ് രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ വിക്ഷേപിക്കുന്ന രാജ്യമാണ്. സാക്ഷരത അന്നത്തെ അവസ്ഥയല്ല. ഇന്നിപ്പോൾ 80% അഖിലേന്ത്യാ സാക്ഷരത വന്നൊരു സ്ഥലമാണ്. 100% സാക്ഷരതയുള്ള അനേകം സംസ്ഥാനങ്ങളായി കഴിഞ്ഞ്. ഇപ്പോൾ കേരളത്തിൽ പോലും 5000 മെഡിക്കൽ സീറ്റായി. ഇത് മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. 5000 മെഡിക്കൽ സീറ്റാണ് ഉള്ളത്. ചെറിയ കാര്യമാണ്. അല്ല സാർ, ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത്, ഈ സെർജിയോ ഗോർ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ക്വാഡ് ഉച്ചകോടി നടക്കാൻ പോകുന്നത് ഡിസംബർ അവസാനത്തോടുകൂടി ഇന്ത്യയിൽ നടക്കുന്നു. ഇന്ത്യയും അമേരിക്കയും ഓസ്ട്രേലിയയും ജപ്പാനും ഒക്കെ അടങ്ങുന്ന ഒരു സഖ്യമാണ്. ഈ സഖ്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം ചൈന സമുദ്ര മേഖലയിൽ നടത്തുന്ന ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഡൊണാൾഡ് ട്രംപ് ഡിസംബറിലേക്ക് വരാവേ എന്ന് മോദിയെ ഒന്ന് പ്രലോഭിപ്പിക്കുന്നു. അപ്പോൾ മോദി ഫെബ്രുവരിയിൽ അമേരിക്കൻ സന്ദർശന വേളയിൽ ട്രംപിനെ ക്ഷണിച്ചിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ വരണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. നമുക്ക് യാതൊരു നിർബന്ധമില്ല. കോഡിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അമേരിക്കക്ക് കൊള്ളാം. നമ്മൾ അമേരിക്കക്കെതിരല്ല. പക്ഷേ അമേരിക്കയുടെ അധിനിവേശത്തിന് തലകുനിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. ഇന്ത്യയുടെ നിലപാട് അതാണ്. നമ്മൾ അമേരിക്കക്കെതിരല്ല. പക്ഷേ അമേരിക്കയുടെ അധിനിവേശത്തിനും അമേരിക്കയുടെ സ്വാധീനത്തിനും അമേരിക്കയുടെ ശക്തിക്കും വഴങ്ങി നിൽക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ ചുരുക്കം പറയാം, US-ൻ്റെ നീക്കത്തെ ഇന്ത്യ തകർക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അല്ല, അങ്ങനെയല്ല. നമ്മുടെ താല്പര്യത്തെ നമ്മൾ സംരക്ഷിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ പരോക്ഷമായിട്ട് കൊള്ളുമ്പോൾ അവരുടെ അല്ല, അത് ആർക്കൊക്കെ എന്തൊക്കെ വരുന്നു എന്നറിയില്ല. നമുക്ക് നമ്മുടെ താല്പര്യമില്ലേ നോക്കാൻ പറ്റുള്ളൂ. അത്രേ പറ്റുള്ളൂ. അതാണ് ശരിയും. ഇത്രയും കാലം അങ്ങനെയല്ല. മോദിക്ക് മുൻപുള്ള കാലത്ത് ചെയ്തിരുന്നത് അമേരിക്കയ്ക്ക് എന്ത് തോന്നും എന്നാലോചിച്ചിരുന്നു. മോദി അത് ആലോചിക്കുന്നില്ല. നമുക്ക് എന്ത് തോന്നും, നമുക്കിതാണോ ലാഭം എന്നാൽ ഇത് എടുക്കും. അതാണല്ലോ ചെയ്യേണ്ടത്. അതെ. നിങ്ങളൊരു സാധനം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ നഷ്ടം സഹിച്ചോ അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കണമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ പിന്നെ എന്താണ്? ചുരുക്കം പറഞ്ഞാൽ US-ൻ്റെ ഈ ഭീഷണി അല്ലെങ്കിൽ വെല്ലുവിളി ഒന്നും ഇങ്ങോട്ട് വേണ്ടെന്ന് അർത്ഥം. അല്ല, അത് നടക്കില്ല എന്നാണ്. വെല്ലുവിളിയും ഭീഷണി ഒന്നും വേണ്ട. സഹകരണമാണെങ്കിൽ ആകാം. അങ്ങോട്ടും ഇങ്ങോട്ടും ലാഭം കിട്ടുന്ന പരിപാടിയാണെങ്കിൽ ചെയ്യാം. അതല്ലാതെ
വല്യേട്ടന് മാത്രം ലാഭം, ബാക്കിയുള്ളവരൊക്കെ എവിടെയെങ്കിലും പോകട്ടെ എന്നാണെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് ഇന്ത്യ. ആ മാറ്റമാണ് മോദിയുടെ ഭരണത്തിൽ സംഭവിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം. അതാണ് ആത്മനിർഭര സ്വാശ്രയ ഭാരതം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നമ്മൾ നമ്മുടെ കരുത്തിൽ നിൽക്കുകയാണ്, ഞങ്ങളുടെ കരുത്തിൽ നിന്ന് സ്വക്ഷേത്ര ബലത്തിൽ നിൽക്കുകയാണ് നമ്മളെല്ലാം. ആ സ്വക്ഷേത്ര ബലത്തെ ആര് വന്നാലും ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പറഞ്ഞ യൂറോപ്പിൻ്റെ പ്രശ്നം യൂറോപ്പിന്, ഞങ്ങളുടെ പ്രശ്നമല്ല അതൊന്ന്. ഇത്രയും കാലം അങ്ങനെയല്ല. യൂറോപ്പിൻ്റെ പ്രശ്നം വന്നാൽ നമ്മുടെ കൂടി പ്രശ്നം വരുന്നു. ഇപ്പോൾ അതില്ല. പഴയ ഗുണ്ടയായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ കവലയിൽ കത്തിയും പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർ വരെ ക്രിക്കറ്റ് കൂട്ടും. അത് മറക്കാതിരുന്നാൽ അവർക്ക് നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.